2 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച നടപ്പാതയാണ് നാട്ടുകാർക്ക് യാത്രാദുരിതം നൽകി തകർന്ന് തരിപ്പണമായത്. നിർമ്മാണം പൂർത്തിയായ ഈ നടപ്പാത ഒരു മാസം മുമ്പാണ് നാട്ടുകാർ കാൽനടയാത്രയ്ക്കായി ഉപയോഗിച്ചു തുടങ്ങിയത്. ആദ്യത്തെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നടപ്പാതയുടെ വശങ്ങളിലെ കല്ലുകൾ ഇളകുകയും മണ്ണിടിഞ്ഞ് കുഴികൾ രൂപാന്തരപ്പെടുകയും ചെയ്തിരുന്നു. 2 ആഴ്ച കഴിഞ്ഞതോടെ നടപ്പാതയുടെ വശങ്ങൾ പൂർണ്ണമായും ഇടിഞ്ഞു വീഴുവാൻ തുടങ്ങി. ഇതുമൂലം ഈ നടപ്പാതയെ ആശ്രയിച്ചു വന്നിരുന്നവരുടെ യാത്ര വീണ്ടും ദുരിതയാത്രയായി മാറി. ഉദ്യാവര മാടാക്ഷേത്രത്തിലെ ഭണ്ഡാരമനയിലേക്ക് ഈ നടപ്പാതയെ ആശ്രയിച്ചായിരുന്നു ഭക്തർ എത്തിയിരുന്നത്. എന്നാൽ നടപ്പാത തകർന്നതോടെ വളരെ ബുദ്ധിമുട്ടിയാണ് ഭക്തർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഉദ്യാവര 10-ാം മൈലിൽ നിന്നും ഭണ്ഡാരമന വഴി ഗേറുക്കട്ട റോഡിൽ അവസാനിക്കുന്നതാണ് ഈ നടപ്പാത. വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരുമടക്കം ദിനംപ്രതി 100 കണക്കിന് പേരാണ് അവശ്യ സ്ഥലങ്ങളിലേക്ക് എത്തുവാൻ ഈ പാതയെ ആശ്രയിക്കുന്നത്. നടപ്പാത തകർന്നു തുടങ്ങിയപ്പോൾ തന്നെ നാട്ടുകാർ എഞ്ചിനീയർക്കും ഓവർസിയർക്കും പരാതി നൽകിയിരുന്നു. എന്നാൽ കരാറുകാരനെയും കൂട്ടി നാട്ടുകാരില്ലാത്ത തക്കം നോക്കിയായിരുന്നു എഞ്ചിനീയറും ഓവർസിയറും തകർന്നു തരിപ്പണമായ നടപ്പാത സന്ദർശിച്ചത്. പഞ്ചായത്ത് അധികൃതരുടെയും കരാറുകാരൻ്റെയും അവിഹിത ഇടപെടലിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ പദ്ധതിയിൽ അഴിമതി നടന്നിട്ടുള്ളതായി സംശയമുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ಕೆಲಸ ಮಾಡುವಂತ ಈ ಸಂದರ್ಭದಲ್ಲಿ ಆ ಗುತ್ತಿಗೆದಾರರ ನಿರ್ಲಕ್ಷ್ಯತೆಯಿಂದಲೇ ಈಗ 1 ತಿಂಗಳೊಳಗೆ ಅದು ಜರಿದು ಹೋಗಿದೆ. ಅದು ಇನ್ನು ಮುಂದೆ ಆದಷ್ಟು ಬೇಗ ಅದನ್ನು ದುರಸ್ತಿ ಮಾಡಿಕೊಟ್ಟು ಜನರಿಗೆ ಹೋಗುವಂತಹ ಸಹಕಾರವನ್ನು ಕೊಡಬೇಕಂತೇಳಿ ನಾನು ಇದರ ಗುತ್ತಿಗೆದಾರರಲ್ಲೂ ಹಾಗೂ ಪಂಚಾಯತಿನಲ್ಲೂ മഴയ്ക്ക് മുൻപേ പണി തീർക്കാമെന്ന് പറഞ്ഞ് കരാറുകാരൻ നടപ്പാത നിർമ്മാണം ധൃതിയിൽ പൂർത്തിയാക്കുകയായിരുന്നു. എന്നാൽ മഴയുടെ ന്യായീകരണം പറഞ്ഞ് നടപ്പാത ധൃതിയിൽ നിർമ്മിച്ചത് ജോലിയിൽ വ്യാപകമായ രീതിയിൽ കൃത്രിമത്വം കാണിക്കുവാനായിരുന്നുവെന്ന് പിന്നീടായിരുന്നു മനസ്സിലായതെന്ന് നാട്ടുകാർ പറയുന്നു. സംഭവത്തിൽ ഉടൻ തന്നെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന ആവശ്യത്തിലാണ് ഇപ്പോൾ നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.